Hi everyone, I am Gopika S, Assistant Professor, Department of Civil Engineering, Sri Narayana Institute of Technology, Adur, and we are discussing about Geotechnical Engineering 1, and it is for your Civil Engineering scheme for 4th semester. So in the previous section, we have discussed about consolidation and compressibility, and we have seen what are over consolidated clays and normally consolidated clays, and what is consolidation and its importance. Now we are discussing about time factor, which is an important factor in consolidation. ടൈം ഫാക്ടർ എന്ന് പറയുന്ന ഒരു നോൺ ഡൈമെൻഷണൽ പാരാമീറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് ടൈം ടിക്കും പ്രൊപ്പോർഷണൽ ആണ്. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് സോയിലിനും ഓരോ ടൈം ഓഫ് ഇലാപ്സ് ആയിരിക്കും. സോ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് അതിൻ്റെ ഡ്രെയിനേജ് പാത്തിൻ്റെ ലെങ്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ടൈം ഫാക്ടർ ഇതാണ്. ഇനി ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ടി വി ഈസ് ഈക്വൽ ടു സി വി ടി ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ആണ്. സി വി കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ, ഡി ലെങ്ത് ഓഫ് ദ ഡ്രെയിനേജ് പാത്ത്, ടി ഈസ് ദ ടൈം. Now Taylor give the following approximate relationship between TV and U, which are widely adopted, where TV is the time factor and U is the degree of consolidation. TV എന്ന് പറയുന്നത് π/4 U square, where when U less than or equal to 6 and TV is equal to 1.781 minus 0.933 log to the base 10 100 minus U. സോ ഈ രണ്ട് റിലേഷൻസ് ആണ് ടൈലേഴ്സ് നമുക്ക് തരുന്നത്, ടി വിയും യുവും തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി ചില ടി വിക്കും യുവിനും വെച്ചിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് ആണ്. യു 0, 50, 60, 90 ആണെങ്കിൽ ടി വി 0, 0.197, 0.287, 0.848 എന്നിങ്ങനെയായിരിക്കും റേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സി വി കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞൊരു ടേം പഠിച്ചായിരുന്നു. സോ അതിൻ്റെ ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. സി വി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് പാരാമീറ്റർ അല്ല, ഇത് സ്ട്രെസ് ഇൻക്രിമെൻറ്റിൻ്റെ ഒരു ഫങ്ഷനാണ്. സോ ഇത് ടൈപ്പ് ഓഫ് സോയിലിനെയും ലിക്വിഡ് ലിമിറ്റ് കൂടുന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന ഡിക്രീസിനെയും എല്ലാം ലോഡിൻ്റെ ഡിക്രീസിനെ എല്ലാം ബേസ് ചെയ്ത് ഇരിക്കും. So CV is equal to KZ into 1 plus E naught by AV into gamma W ആണ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്സോ മീറ്റർ സ്ക്വയർ പെർ ഡേയോ ആയിരിക്കും. സാധാരണ കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ സി വി എന്ന് പറയുന്നത് എംപെരിക്കലി ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടൈം കംപ്രഷൻ കർവ്സിനെ വെച്ചിട്ടാണ്. അതായത് ഒരു എക്സ്പെരിമെൻ്റൽ ടൈം കംപ്രഷൻ കർവും ഒരു തിയററ്റിക്കൽ കർവും കാണും. ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ കണ്ടുപിടിക്കുന്നത്. ഈ മെത്തേഡ്സിനെയാണ് നമ്മൾ ടൈം ഫിറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ രണ്ട് മെത്തേഡ്സാണ് സാധാരണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ദ സ്ക്വയർ റൂട്ട് ഓഫ് ടൈം ഫിറ്റിംഗ് മെത്തേഡ് ആൻഡ് ദ ലോഗരിതം ഓഫ് ടൈം ഫിറ്റിംഗ് മെത്തേഡ്സ്. ഈ രണ്ട് മെത്തേഡ്സ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം. അതായത് ടൈം വേഴ്സസ് കംപ്രഷൻ കർവ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു എക്സ്പെരിമെൻ്റൽ കർവും കാണും, തിയററ്റിക്കലി പ്രൂവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കർവും കാണും. ആ രണ്ട് കർവ്സ് തമ്മിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ സി വി സാധാരണ കണ്ടുപിടിക്കുക. അതിനെയാണ് ടൈം ഫിറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ദ സ്ക്വയർ റൂട്ട് ഓഫ് ടൈം ഫിറ്റിംഗ് മെത്തേഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ റിലേഷൻ തന്നേക്കുന്നത് ടൈലറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ടൈലേഴ്സ് മെത്തേഡ് എന്ന് അറിയപ്പെടുന്നു. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ യുവും റൂട്ട് ഓഫ് ടി വിയും, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ടൈം ഫാക്ടറും പെർസെൻറ്റേജ് ഓഫ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷനും വെച്ചിട്ടാണ് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.6 എന്ന് പറഞ്ഞാൽ 60% ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ വരെ കർവ് എന്ന് പറയുന്ന സ്ട്രേറ്റ് ആയിരിക്കും. അതിനുശേഷം അസിംപ്റ്റോട്ടിക് ആയിട്ടായിരിക്കും കർവിൻ്റെ പോക്ക്. സോ ഈ മെത്തേഡ് അനുസരിച്ച് സി വി എന്ന് പറയുന്നത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ T90 ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ T90 ആണ്. അതിൽ ക്യാപിറ്റൽ T90 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടൈം ഫാക്ടർ ഫോർ 90% കൺസോളിഡേഷൻ. 90% കൺസോളിഡേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ഫാക്ടർ യൂഷ്വലി ഇറ്റ് ഈസ് 0.848. ആൻഡ് സ്മോൾ T90 എന്ന് പറയുന്നത് ടൈം റിക്വയർഡ് ടു അച്ചീവ് 90% കൺസോളിഡേഷൻ. ആൻഡ് ഡി ഈസ് ദ ലെങ്ത് ഓഫ് ഡ്രെയിനേജ് പാത്ത്. സോ നമുക്ക് അവിടെ T90യുടെ വാല്യൂ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേന് സി വി ഈസ് ഈക്വൽ ടു 0.848 ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ T90 എന്നാണ്. ഇതാണ് യു വേഴ്സസ് റൂട്ട് ടി വി വേഴ്സസ് യു ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ കറസ്പോണ്ടിങ്
വാല്യൂസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മെത്തേഡാണ് ലോഗരിതം ഓഫ് ടൈം ഫിറ്റിംഗ് മെത്തേഡ്. സോ ഈ അപ്രോച്ച് എന്ന് പറയുന്നത് എ കസഗ്രാൻഡെ ആണ് സജസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ മെത്തേഡിനകത്താണെങ്കിൽ പെർസെൻറ്റേജ് കൺസോൾട്ടേഷനും ടൈം ഫാക്ടറിൻ്റെ ലോഗരിതവും വെച്ചിട്ടുള്ളൊരു ഗ്രാഫാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഈ മെത്തേഡ് അനുസരിച്ച് സി വി എന്ന് പറയുന്നത് T50 × T² ഡിവൈഡഡ് ബൈ T50 ആണ്. T50 is the time factor for 50% consolidation, that is usually taken as 0.197. So T50 is the time required to achieve 50% of consolidation and D is the length of drainage path. So we will obtain CV is equal to 0.197 × T² by T50. ഇതാണ് ഗ്രാഫ് log to the base 10 TV versus degree of consolidation ഗ്രാഫ്. ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ CV കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കംപ്രഷൻ റേഷ്യോസ് ആണ്. ഈ കംപ്രഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിലേറ്റീവ് കംപ്രഷനാണ് ഡ്യൂറിങ് ഇനിഷ്യൽ കൺസോളിഡേഷൻ, പ്രൈമറി കൺസോളിഡേഷൻ ആൻഡ് സെക്കൻഡറി കൺസോളിഡേഷൻ. ഇതിനെ 3 റേഷ്യോസ് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഇനിഷ്യൽ കംപ്രഷൻ റേഷ്യോ RI, സെക്കൻഡ് പ്രൈമറി കംപ്രഷൻ റേഷ്യോ RP ആൻഡ് തേർഡ് വൺ ഈസ് സെക്കൻഡറി കംപ്രഷൻ റേഷ്യോ RS. സോ ലെറ്റ് സീ വാട്ട് the difference between initial, primary, secondary consolidation ratios. First one is initial compression ratio RI. So R note zero dial gauge reading RC corrected reading ആണെങ്കിൽ R100 primary consolidation ശേഷമുള്ളതും RF final dial gauge reading ആണെന്നും എടുത്തു കഴിഞ്ഞാൽ എടുക്കുക. അപ്പം കുറേ അസംഷൻസ് ആണ് ആദ്യം പറയുന്നത്. ഇനി അസംഷൻസ് അല്ല, ശരിക്കും അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി ആർ നോട്ടും ആർ സിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഇനിഷ്യൽ കംപ്രഷൻ എന്ന് പറയുന്നത്. ആർ നോട്ടും ആർ എഫും തമ്മിലുള്ളതിനെയാണ് ടോട്ടൽ കംപ്രഷൻ എന്ന് പറയുന്നത്. സോ ഇനിഷ്യൽ കംപ്രഷൻ ആർ ഐ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കംപ്രഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ കംപ്രഷൻ ആൻഡ് ആർ നോട്ട് മൈനസ് ആർ സി ബൈ ആർ നോട്ട് മൈനസ് ആർ എഫ്. ഇതാണ് ഇനിഷ്യൽ കംപ്രഷൻ റേഷ്യോ. സിമിലർലി പ്രൈമറി കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കംപ്രഷൻ ബൈ ടോട്ടൽ കംപ്രഷൻ, ദാറ്റ് ഈസ് ആർ സി മൈനസ് R100 ഡിവൈഡഡ് ബൈ ആർ നോട്ട് മൈനസ് ആർ എഫ്. സെക്കൻഡറി കംപ്രഷൻ റേഷ്യോ ഇതുപോലെ തന്നെയാണ്. സെക്കൻഡറി കംപ്രഷൻ റേഷ്യോ ആർ ഐ ഇസ് ഈക്വൽ ടു സെക്കൻഡറി കംപ്രഷൻ ബൈ ടോട്ടൽ കംപ്രഷൻ, ദാറ്റ് ഈസ് R100 മൈനസ് ആർ എഫ് ഡിവൈഡഡ് ബൈ ആർ നോട്ട് മൈനസ് ആർ എഫ്. സോ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ആ ഒരു ഡേറ്റാസാണ്. അത് ആർ നോട്ട് എന്ന് പറയുന്നത് സീറോ ഡയൽ ഗേജ് റീഡിംഗ് ആണ്, ആർ സി എന്ന് പറയുന്നത് കറക്റ്റഡ് റീഡിംഗ് ആണ്, R100 എന്ന് പറയുന്നത് ഡയൽ ഗേജ് റീഡിംഗ് ആഫ്റ്റർ പ്രൈമറി കൺസോൾട്ടേഷൻ ആൻഡ് RF ഈസ് ദ ഫൈനൽ ഡയൽ ഗേജ് റീഡിംഗ്. അത് വെച്ചിട്ടാണ് ഈ എല്ലാ റേഷ്യോസും കമ്പയർ ചെയ്തേക്കുന്നത്. ഈ സെക്ഷൻ നിങ്ങൾക്ക് ഈ സെക്ഷനോടാകുമ്പോഴത്തേനും നമ്മളുടെ കംപ്രസിബിലിറ്റി ആൻഡ് കൺസോളിഡേഷൻ എന്ന് പറയുന്ന ടോപ്പിക്സ് ഓവറാകും. സോ ഈ ഇക്വേഷൻസും റിലേഷൻസും എല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് വരുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. Hope you understand the sections. So we will see in the numerical session. Thank you.